മൊത്തം ഈ യുദ്ധം എന്താണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നെഞ്ച് ഉയർത്തി നിൽക്കാൻ ഇറാനെ സാധ്യമാക്കിയ ഒരു എപ്പിസോഡാണ് കഴിഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്ന് ഇറാൻ പാർലമെൻറ്റ് ഒരു ബിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി IAEA നിന്ന് IAEA ആയിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ല് പാർലമെൻറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ IAEA എന്ന് പറഞ്ഞാൽ എന്താണ്? 1968 NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി. ഈ NPT എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉഡായിപ്പ് ട്രീറ്റിയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ന്യൂക്ലിയർ പവേർഡ് നാഷൻസ് ഉണ്ട്, ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ഈ ഫ്രാൻസ്, ബ്രിട്ടൻ, US, ചൈന, റഷ്യ, ഈ രാജ്യങ്ങൾ ഒഴികെ മറ്റൊരു രാജ്യവും അണുവായുധം ഉണ്ടാക്കരുതെന്നുള്ളതാണ് NPT എന്ന് പറയുന്നത്. അങ്ങനെ അണുവായുധമുള്ള രാജ്യങ്ങൾ ക്രമേണ അതെന്താണ് റെഡ്യൂസ് ചെയ്യുകയും എലിമിനേറ്റ് ചെയ്യുക. ഇല്ലാത്ത രാജ്യങ്ങൾ അത് ഉണ്ടാക്കരുത്. ഇതാണ് ആ ട്രീറ്റിയുടെ ക്രക്സ് എന്ന് പറയുന്നത്. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഓരോ രാജ്യത്തിൻ്റെയും ന്യൂക്ലിയർ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് IAEA, വിയന ആസ്ഥാനമായിട്ടുള്ള ഈ IAEA. അപ്പം ഇറാൻ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ NPT നിന്ന് പിൻവാങ്ങാൻ പോകണം. NPTയുടെ കാര്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രായേലും ഒഴികെ ബാക്കി എല്ലാ ലോകരാജ്യങ്ങളും അതിൽ സിഗ്നറ്ററീസാണ്. നോർത്ത് കൊറിയ പിന്നെ അതിൽ വിഡ്രോ ചെയ്തു. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇറാൻ എന്ത് പറഞ്ഞു? ഞങ്ങൾ NPTയിൽ നിന്ന് പിൻവാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞു. ഇന്ന് അവരുടെ പാർലമെൻറ്റ് ഈ ബിൽ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. IAEA സഹകരണം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? IAEAയുടെ അവരുടെ സയൻറ്റിസ്റ്റുകൾ, അവരുടെ ഏജൻസി ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി വരും, അതിനുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അവരുടെ ഒരു മോണിറ്ററിങ് ക്യാമറ അവിടെ ഉണ്ട്, അത് അവരെടുത്ത് കളഞ്ഞു, നേരത്തെ തന്നെ എടുത്തു കളഞ്ഞു. അപ്പോൾ ആ ജാതി പരിപാടികളൊന്നുമില്ല. IAEA എല്ലാ ഏർപ്പാടുകളും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ല് പാർലമെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റാണ്. അതിൽ നമ്മൾ കാണേണ്ട കാര്യം വെച്ചാൽ, ഇറാൻ ഇത്രയും കാലം അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോജക്റ്റുമായിട്ട് പോകുമ്പോൾ എപ്പോഴും IAEAയുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ന് മാത്രമല്ല IAEA ഭയന്നുകൊണ്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് അവർ എടുക്കാറുള്ളത്. ഇപ്പോൾ അവർ ആ മറ അങ്ങോട്ട് നീങ്ങുകയാണ്. അവർ യുദ്ധം തുടങ്ങിയതിന് ശേഷം അലി ഖാംനി ആണെങ്കിലും, അവിടുത്തെ അബ്ബാസ് അറഗാച്ചി ആണെങ്കിലും, അവിടുത്തെ പ്രസിഡൻ്റ് ആണെങ്കിലും നിരന്തരം ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഞങ്ങൾക്ക് ഈ യുറേനിയം പരിപാടികളൊന്നുമില്ല, ന്യൂക്ലിയർ ഇതിൻ്റെ പരിപാടികളൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് എനർജിക്ക് വേണ്ടി ചില്ലറ പരിപാടികൾ നടത്തുകയാണ്. ഇതാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല അവർ പറയുന്നത്, ഞങ്ങൾ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകും എന്നവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ നേതാക്കന്മാരും ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. NPTയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പറയുന്നു. IAEA സഹകരണം അവസാനിപ്പിക്കാനുള്ള ബില്ല് അപ്രൂവ് ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? കുളത്തിലിറങ്ങിയാൽ കുളിര് മാറുമെന്ന് പറഞ്ഞില്ലേ? കുളത്തിൽ ഒന്ന് മുങ്ങുന്നത് വരെ കുളിരുള്ളൂ, മുങ്ങിക്കഴിഞ്ഞാൽ കുളിര് മാറി. അപ്പോൾ ഇതുവരെ ഈ NPT ഉണ്ട്, IAEA ഉണ്ട്, ഇൻ്റർനാഷണൽ ഇതുണ്ട് എന്നൊക്കെ വിചാരിച്ച് അവർ ഒരുതരം മറപിടിച്ച് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നടത്താതിരുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാക്സിമം പോയി എന്താ സംഭവിക്കുക? അത് കണ്ടു കഴിഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഈ പരിപാടിയായിട്ട് പോയാൽ ഇവരെന്നാ ചെയ്യാനാ, എന്തു ചെയ്യും എന്ന ഭയമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയായിരുന്നു പലപ്പോഴും അവരുടെ ഒരു പോളിസി ഫോർമേഷനെ സ്വാധീനിച്ചിരുന്നത്. ഈ യുദ്ധത്തോടു കൂടി എന്ന് വെച്ചാൽ ആ മറ നീക്കപ്പെട്ടു, ആ കുളിര് മാറ്റപ്പെട്ടു, ആ കുളിര് മാറി അവർ ആത്മവിശ്വാസത്തോടു കൂടി എക്സ്പ്ലിസിറ്റായിട്ട് ഞങ്ങളുടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്രോജക്റ്റുമായിട്ട്, ഞങ്ങളുടെ ന്യൂക്ലിയർ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് എന്താ പറയുക, വളരെ വളരെ ഒതൻറ്റിക്കായിട്ട് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര പാരഡൈം ഷിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു നെഞ്ചുവിരിപ്പ് അവർ എല്ലാ രംഗങ്ങളിലും ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി ഇവിടെ ജനീവയിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ജനീവയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഫ്രാൻസ്, UK, യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളും ഇറാൻ വിദേശകാര്യം കൂടി പങ്കെടുത്ത എങ്ങനെ ഒരു നെഗോഷിയേഷനിലേക്ക് പോയി പ്രശ്നം പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിൽ ഇത്ര ഡീഫിയൻ്റായിട്ടാണ് ഈ അബ്ബാസ് അറഗാച്ചി പങ്കെടുത്തതെന്ന് അറിയാം. ഒരു നിലക്കുള്ള ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാലും നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു തരത്തിലുള്ള വിധേയപ്പെടലിനും സന്നദ്ധമല്ല എന്നുള്ളൊരു പൊസിഷനാണ് പുള്ളി അവിടെ എടുത്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ അൺവെരിഫൈഡ് ആയിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മീറ്റിങ്ങിൽ അബ്ബാസ് അറഗാച്ചി അവിടെ ആ മീറ്റിങ്ങിലുള്ള വെള്ളമുണ്ടല്ലോ, സാധാരണ കുടിവെള്ളം,
അത് അദ്ദേഹം കുടിക്കാൻ സന്നദ്ധമായില്ല. തനിക്ക് കുടിക്കാനുള്ള വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരാൻ തൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞ് അത് വരുത്തിച്ച് കുടിച്ചു എന്നാണ്. അദ്ദേഹത്തിന് ദാഹിച്ചുകൊണ്ടായിരിക്കില്ല. എന്തിനാണ് വരുത്തിച്ച് കുടിച്ചതെന്ന് വെച്ചാൽ അതൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ്. അതെന്തുകൊണ്ടാണ്? ഈ അമേരിക്കയുമായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കൂട്ടരാണ്, ഒരു നെഗോഷിയേഷൻ ടേബിൾ ഒപ്പം ഇരിക്കാൻ കൊള്ളാത്ത കൂട്ടരാണ്. നിങ്ങൾ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു കരുത്ത്, ഒരു ബലം, നമുക്ക് നമ്മളുടെ വഴിക്ക് മുന്നോട്ട് പോകാമെന്നൊരു ബലം ഇറാന് കിട്ടി. നമ്മൾ ഇവൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ അണുവായുധം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ എപ്പോഴും മുന്നോട്ട് വെക്കാറുള്ള അവരുടെ ഒരു പൊസിഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഒരു ഫത്വയുണ്ട്, അലി ഖാംനയുടെ തന്നെ ഫത്വയുണ്ട്. 2000 മറ്റോ ആണ് അദ്ദേഹം ആ ഫത്വയെക്കുറിച്ച് പറയുന്നത്. ആ ഫത്വയുടെ റിട്ടേൺ ഫോർമാറ്റ് ഇതുവരെ പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് വന്നിട്ടില്ല. ടെഹ്റാനിലെ അദ്ദേഹം സ്ഥിരമായിട്ട് കുത്തുബ പറയുന്ന പള്ളിയിലാണ് അതേക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ 1-2 മീറ്റിങ്ങുകൾ അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞു. എന്ന് വെച്ചാൽ അണുവായുധം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അണുവായുധത്തിൻ്റെ പ്രൊഡക്ഷൻ, സ്റ്റോക്ക് പൈലിംഗ് ആൻഡ് യൂസേജ്, ഇത് 3ഉം ഹറാമാണ്, നിഷിദ്ധമാണ്, മതപരമായി നിഷിദ്ധമാണെന്നുള്ളതാണ് ഫത്വ. എന്നുവെച്ചാൽ അത് മാസ് ഡെസ്ട്രക്ഷനാണ്, ഇൻഡിസ്ക്രിമിനേറ്റ് ഹാം, ഇത് രണ്ടും ഉണ്ടാക്കുകയാണ്. അത് മതപരമായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇറാൻ അണുവായുധം ഉണ്ടാക്കരുത് എന്ന അലി ഖാംനയുടെ ഫത്വയുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം തന്നെ 3-4 പബ്ലിക് ഫോറത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറയാൻ വെച്ചാൽ അതിൻ്റെ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ഓൾ. പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചൊരു ഒരു പ്രയോഗം, ഒരു വാചകം ശ്രദ്ധിക്കണം. അതിൽ അദ്ദേഹം ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നോട്ട് ഗുഡ് എന്നും യൂസേജിനെ കുറിച്ച് നോട്ട് അലൗഡ്, ഹറാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ടാക്കാം, പക്ഷേ എന്താണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു മാറ്റത്തിലേക്ക് വന്നോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺ ആസ് എ ഡെറ്ററൻസ്. എന്തിനാണ് ആളുകൾ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നത്, അണുബോംബ് ഉണ്ടാക്കുന്നത്? എവിടെയും കൊണ്ട് ഇടാനല്ല, അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നതൊരു ഡിറ്ററൻസ് ആയിട്ട്, മറ്റുള്ളവർ ഇങ്ങോട്ട് അടിക്കാതിരിക്കാനുള്ള ഡിറ്ററൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ആ ഫത്വ തന്നെ മാറിയോ എന്ന് വ്യാഖ്യാനിക്കുന്നു അദ്ദേഹം ഇങ്ങനൊരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട്. എന്താണ്? പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഗുഡ്, അല്ല, പ്രൊഡക്ഷൻ ഈസ് റോങ് ആൻഡ് യൂസേജ് ഈസ് ഹറാം, അങ്ങനെ എന്താണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അപ്പം പ്രൊഡക്ഷനെയും യൂസേജിനെയും രണ്ട് വ്യത്യസ്ത വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ട് അവരുടെ മതപരമായിട്ട് തന്നെ ആ പൊസിഷനിൽ മാറ്റം വരുത്തിയോ എന്ന വ്യാഖ്യാനം അതേക്കുറിച്ചുണ്ട്. എനിവേ അവരുടെ ന്യൂക്ലിയർ പ്രോജക്റ്റിൽ അവർ ധാരാളം മുന്നോട്ട് പോയിരുന്ന ഒരു വസ്തുതയാണ്. ബോംബുണ്ടാക്കാനായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടോ ഒക്കെ വേറെ വിഷയം. എന്തു തന്നെയാലും നേരത്തെ പോലെയുള്ള മറക്ക് പിറകിൽ നിന്ന് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ആ ഒരവസ്ഥ മാറി വളരെ അസേർട്ടീവായിട്ട് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനും ഞങ്ങളത് മുന്നോട്ട് പോകുമെന്ന് വെല്ലുവിളി ഉയർത്താനും, ഞങ്ങൾ ഈ പറയുന്ന NPT IAEA നിന്നൊക്കെ പോവുകയാണ് എന്ന സന്ദേശം കൊടുക്കാൻ അവർക്ക് സാധിച്ചത് ഈ യുദ്ധം കൊണ്ടാണ്. ഈ യുദ്ധം ആ നിലക്ക് അവർക്ക് എന്താണ് ഒരു അനുഗ്രഹമായി മാറുകയാണ് ചെയ്തത്. കാരണം ആ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിശ്ചയമായിട്ട് അവർ ആ നിലക്ക് സക്സസ്ഫുള്ളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഉള്ളൊരു പ്രശ്നം, ഇത് എന്താണ്, സീസ് ഫയറിലെത്തി, ഒരു ഓണറബിൾ സീസ് ഫയറിൽ അവരെത്തി. പക്ഷെ അപ്പോഴും ഗസ അവിടെ തന്നെ ബാക്കി കിടക്കുകയാണ്. ഗസയിലെ കൂട്ടക്കൊലകൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. അത് ഇറാൻ എന്തുകൊണ്ട് ഈ സീസ് ഫയർ ടോക്ക് ഇത് കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആ ചോദ്യത്തിനൊരു അർത്ഥമില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിസ്റ്റൻസ്, അവർക്ക് നേരെ വരുന്ന ആക്രമണം, അതാണ് പ്രധാന പ്രശ്നം. പക്ഷെ ഇപ്പോഴും ഗസ എന്നുള്ളത് അവിടെ ബാക്കി കിടക്കുകയാണ്. പക്ഷേ ഇറാൻ ഇതിലൊരു അപ്പർ ഹാൻഡ് വന്നതോടുകൂടി നിലവിലുള്ളതിനേക്കാൾ അസേർട്ടീവായിട്ട്, നിലവിലുള്ളതിനേക്കാൾ ശബ്ദത്തിൽ ഗസയെക്കുറിച്ച് സംസാരിക്കാനും ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും ഇറാന് സാധിക്കും എന്നൊരു ഗുണം കൂടെ ഇതിനകത്തുണ്ട്.